പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ യോസേപ്പ് പിതാവിന് പ്രതിഷ്ഠിതമായ ദിനത്തിൽ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് ശുദ്ധത എന്ന പുണ്യത്തിൽ ആഴപ്പെടാനായിട്ട് എന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പി 2:21. അവിടെ വചനം പറയാണ്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്. ശരിയല്ലേ സഹോദരങ്ങളെ? എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും യേശുവിലാണ് വിശ്വാസം, പിന്നെന്തോ കീശയിലാണ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്. അതായത് നമ്മുടെ നേട്ടം, പലപ്പോഴും നമ്മുടെ നേട്ടത്തിനായിട്ടുള്ള വിശ്വാസമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സഭയെ പടുത്തുയർത്തുക എന്നത് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും അതൊരു 3rd, 4th, 5th അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്ന് നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ ശരിക്ക് യേശു ക്രിസ്തുവിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ, നമ്മുടെ തോമസ് സഹോദരൻ ഒരു അച്ഛന് വേണ്ടി ഒരു 3-4 വർഷങ്ങളായിട്ട് ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കേണ്ട കാര്യം അട്ടപ്പാടിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. എൻ്റെ അമ്മ അത് കേൾക്കാനായിട്ട്, അപ്പം അമ്മ പറയായിരുന്നു, നിനക്ക് വേണ്ടി ജനിച്ച അന്ന് തുടങ്ങി, പിന്നെ വളരെ പ്രത്യേകമായിട്ട് പട്ടം കിട്ടി അന്ന് തുടങ്ങി, കർത്താവേ എൻ്റെ മകനെ സംരക്ഷിക്കണമേ, ദൂതന്മാരുടെ കൂട്ടായ്മയിലും മാതാവിൻ്റെയൊക്കെ പ്രത്യേക സാന്നിധ്യത്തിൽ പറയായിരുന്നു, ഞാൻ എത്ര വർഷമായി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളൊക്കെ കുറേ പേര് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം കേട്ടോ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ അറിയില്ലെങ്കിലും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഓർത്തൊക്കെ നന്ദി പറയാണ്. അച്ഛന് വേണ്ടി മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ദൈവവചന ശുശ്രൂഷയിൽ മുന്നണി പോരാളികളായിട്ട് കുറേ വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം അവർക്ക് വേറെ കുറേ മിനിസ്ട്രികൾ ഒരു പക്ഷേ ഉണ്ടാകും. അവരുടെ അധികാരികൾ പല വിധത്തിലുള്ള മിനിസ്ട്രികളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഈ ശുശ്രൂഷ ഇത് മാത്രമല്ല, വേറെ കുറേ എൻഗേജ്മെൻറ്റ്, കുറേ കാര്യപരിപാടികൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ നിന്ന് ഈ വചനത്തിലെ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു സ്ട്രഗിളൊക്കെ ഉണ്ട്. അത് അച്ഛൻ അറിയാം വ്യക്തമായിട്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ യേശുനാമത്തിൽ നന്ദി പറയുകയാണ്. തുടർന്നും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിനെ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് നമ്മൾ ഏതൊക്കെ ഓഫീസ് കൈകാര്യം ചെയ്താലും നമ്മുടെ ലക്ഷ്യം ഒന്നുമില്ല, യേശു ക്രിസ്തുവിൻ്റെ സഭ വളരണം. ഈ ഭൂമിയിൽ യേശുവിനെ നൽകും സഭയിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്, സഭയെയാണ് അത് ഭരമേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദൗത്യം ബാക്കി എല്ലാ സഭയുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാത്ത ഒരു സിസ്റ്റം അത് ക്രിസ്തീയമല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ആശുപത്രികളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ഇതിലൂടെ യേശുവിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ക്രിസ്ത്യൻ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബെറ്റർ അടച്ചുപൂട്ടുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഈശോയുടെ വലിയൊരു കൃപ, അതായത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ സംവിധാനങ്ങളിലൂടെ എല്ലാം ഈശോയെ കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക്, അത് നിസ്സാര കാര്യമല്ല, അത് എളുപ്പമല്ല, അത് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.